കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരും. ഡ്രോൺ ഉപയോഗിച്ചും സ്കൂബ സംഘത്തിന്റെ സഹായത്തോടെയുമാണ് തെരച്ചിൽ. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനായി ഇന്ന് നേവിയുടെ സഹായത്തോടെയും തെരച്ചിൽ നടക്കും. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനായി രാമേശ്വരം ഭാഗത്തേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കാൻ നീക്കമുണ്ട്. നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയും തെരച്ചിൽ തുടരുകയാണ്. അതിനിടയിൽ ഫിഷറീസ് മന്ത്രി എ അബ്ദുൽ ഗഫൂർ എന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാന്തന, ഗുഡ് മോർണിംഗ്. അപ്പോൾ ജോൺ, ഗൗതം കൃഷ്ണ, ഷിജിൻ 3 പേർക്കായി കഴിഞ്ഞ 11 ദിവസമായി തെരച്ചിൽ നടക്കുകയാണ്. 3 കുടുംബങ്ങൾ തെരുവിൽ സമരത്തിലാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എപ്പോഴും പരാതികൾ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ അന്വേഷണത്തിൽ തൃപ്തരല്ല. സന്നാഹങ്ങളൊക്കെ കൂടുതൽ ഇറക്കിയെങ്കിൽ പോലും ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടില്ല. എവിടെയാണ് ഈ 3 പേർ? ഇവർക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇന്നെങ്കിലും ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരമാവുമോ? ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കെതിരെ കടുത്ത വിമർശനം അത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ട്, കേരള സമൂഹത്തിനിടയിലുണ്ട്. കാരണം അദ്ദേഹം കൃത്യമായി ഒന്ന് പ്രതികരിച്ചിട്ട് പോലുമില്ല, കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല, ഇതുവരെ ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടില്ല. വൈകിയാണ് ഇപ്പോൾ ഈ യോഗം പോലും വിളിക്കുന്നത്. സ്വന്തന. ഗുഡ് മോർണിംഗ് ഷിയാസ്, ഗുഡ് മോർണിംഗ് ശ്രുതി. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് 10 ദിവസമായി 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. നീണ്ടകരയിൽ നിന്ന് ഗൗതം, അതുപോലെ തന്നെ മുതലപ്പുഴയിൽ നിന്ന് ഷിജിൻ, വിഴിഞ്ഞത്ത് നിന്ന് ജോൺ, ഇങ്ങനെ 3 പേരെയാണ് കാണാനുള്ളത്. 10 ദിവസം പിന്നിട്ടു. ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തിരച്ചിൽ വലിയ വൈകിയൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ച് നേവി അടക്കം എത്തിക്കൊണ്ടുള്ള തിരച്ചിൽ നടന്നു. പക്ഷേ കടലാടങ്ങളിൽ നിന്ന് ഒരു സൂചന പോലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽക്ക് തന്നെ 3 ആ തിരച്ചിൽ നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കുടുംബങ്ങൾക്കൊക്കെ തന്നെ വലിയ അതൃപ്തിയുണ്ട്. ഇത്രയും ദിവസമായി ഫിഷറീസ് മന്ത്രി വിളിച്ചില്ല, അന്വേഷിച്ചില്ല. അത് മാത്രവുമല്ല, ഒരു തരത്തിലുള്ള സഹായവും തങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപവും ആരോപണവും ഒക്കെ നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ ഇനിയിപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഏതൊക്കെ അടിയന്തര ഘട്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് 11 മണിക്ക് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്നലെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തായാലും അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ യോഗം ഒരു വശത്ത് നടക്കുന്നു. അതുപോലെ തന്നെ മറ്റിടത്ത് ഈ 3 പേർക്കുമായുള്ള തിരച്ചിലും നടക്കുകയാണ്. രാവിലെ 6 മണി മുതൽക്ക് തന്നെ തിരച്ചിൽ നടക്കും. നീണ്ടകരയിലും ഫിഷറീസും മറൈൻ എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന്റെയും ഒക്കെ ഒരു നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അവിടെ രാവിലെ 6 മണി മുതൽക്ക് തെരച്ചിൽ തുടരും. ഇനിയിപ്പോൾ മുതലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ നേവിയുടെ കപ്പൽ ഇന്നലെ വൈകുന്നേരം തന്നെ മുതലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ നീണ്ടകരയിൽ തിരച്ചിൽ നടത്തിയ ശേഷമാണ് വൈകുന്നേരം മുതലപ്പുഴയിലേക്ക് എത്തിയത്. INS കൽപ്പേനി കപ്പലും അതുപോലെ തന്നെ ഈ കപ്പലിൽ നേവിയുടെ പ്രത്യേക സ്കൂബ സംഘവുമാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ അവർ വന്ന ശേഷം കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരച്ചിലൊന്നും അവർക്ക് ആ ഭാഗത്തൊന്നും നടത്തുവാൻ വേണ്ടി സാധിച്ചില്ല. ഇന്നിപ്പോൾ കുറച്ചുകൂടി കടൽ ശാന്തമാകുകയാണെങ്കിൽ ഈ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ നേവി സംഘത്തിനും ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ അവരും തിരച്ചിൽ ആരംഭിക്കും. ആ നേവി സംഘം മാത്രമല്ല, ഫിഷറീസിന്റെയും അതുപോലെ തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഒക്കെ സംഘങ്ങളും ചെറു കപ്പലുകളും ഒക്കെ തന്നെയും ഇവിടെ മുതലപ്പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ജോണിനായുള്ള തെരച്ചിലും വ്യാപകമായി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കടലിന്റെ ഒഴുക്ക് അത് തെക്കൻ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് ഈ കന്യാകുമാരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്നലെയും തെരച്ചിൽ നടത്തി. ആ തെരച്ചിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3 പേർക്കുമായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇന്നെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബങ്ങളും കഴിയുന്നത്. ശരി, സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്കും കാത്തിരിക്കാം.